Hello, welcome to Market Discussion of the Day. Today, June 23rd, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ വീക്കിലെ ഫണ്ടമെൻറ്റൽസിനെ കുറിച്ചായിരിക്കും ആദ്യമേ സംസാരിക്കുന്നത് അല്ലേ. സോ ഫണ്ടമെൻറ്റൽസിനെ കുറിച്ച് പറഞ്ഞു പോവാം, കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുണ്ടാവുന്ന ഒരുപാട് വാർ അപ്ഡേറ്റ്സ് അല്ലേ. ഇപ്പം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വാറിനകത്ത് US ഇടപെട്ടു, US ഇറാനെ അറ്റാക്ക് ചെയ്തു. സോ അതൊക്കെ എന്തായി തീരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പം നമുക്ക് ഗോൾഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഭയങ്കരമായ ഒരു ഗ്യാപ്പ് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ചത് 3368 ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് 3392 റേഞ്ചിലാണ് ഇന്ന് രാവിലെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ഏകദേശം ഒരു 200-220 പിപ്പ് ഗ്യാപ്പ് അപ്പിലാണ് ആക്ച്വലി ഗോൾഡ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ എല്ലാത്തിനകത്തും ഇപ്പോൾ GBP നോക്കിയാലും ഓൾമോസ്റ്റ് ഒരു 40 പിപ്പ് താഴെയാണ് സ്റ്റാർട്ട് ചെയ്തത്. യൂറോയും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു 50 പിപ്പോളം താഴെയാണ് സ്റ്റാർട്ട് ചെയ്തത്. JPY ഓൾമോസ്റ്റ് ഒരു 40 പിപ്പ് മുകളിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. സോ ഇത് ഉണ്ടാവും, ഇതേപോലത്തുള്ള എന്താ പറയുക ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതേപോലത്തുള്ള ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും, അതൊന്നും അടിച്ചിട്ടുണ്ടാകത്തില്ല ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് ഈ വാർ ടൈമിൽ നമ്മൾ വീക്കിലി ചാർട്ടിൽ ഒരു വീക്കിൽ നമ്മൾ ഒരു പൊസിഷൻസും ഹോൾഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫണ്ടമെൻ്റൽ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ എന്താ പറയുക ഈ ആഴ്ച നമ്മൾ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് പുതിയതായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഇന്ത്യൻ ടൈമിൽ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. ഒരുപാട് ആൾക്കാർ വെറുതെ എന്താണെന്ന് അറിയാനായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു സമയത്ത് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കുക. അതിൻ്റെ കൂടെ തന്നെ ജൂലൈ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പെയ്ഡ് ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമുക്ക് ഇന്നത്തെ ദിവസം ഇന്ന് തിങ്കളാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. ആകപ്പാടെ ഉച്ചയ്ക്ക് 2 മണി UK ടൈമിംഗ് 2 മണിക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ടാവും. 3 മണിക്ക് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ടാവും. ഇത് രണ്ടും നമുക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ ആണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്ന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. പറ്റുവാണെങ്കിൽ ട്രേഡിനകത്ത് നിന്ന് മാറി നിന്നാലും പ്രശ്നമില്ലാത്ത കാര്യമാണ്. കാരണം US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് വല്ലാത്ത ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തള്ളിക്കളഞ്ഞുകൂടാ. മാർക്കറ്റ് ഉറപ്പായിട്ടും എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടും. എങ്ങോട്ടോടും എന്ന് നമുക്കറിയില്ല, അത് ഓടിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് ചൊവ്വാഴ്ച, ഞാൻ ഓൾറെഡി ഇത് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്നുള്ള കാര്യം. നാളെ നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുടെ സ്പീച്ച് ഉണ്ട് 9 മണിക്ക്. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ സമയത്തൊന്ന് ശ്രദ്ധിക്കുക. 2 മണിക്ക് പിന്നെയും ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ടാവും. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. 3 മണിക്ക് ഫെഡ് ചെയർസ് ടെസ്റ്റിമോണി ഉണ്ട്. അതിൻ്റെ കൂടെ CB കൺസ്യൂമർ കോൺഫിഡൻസും ഉണ്ട്. ഓക്കെ, ഇൻഡെക്സും ഉണ്ട്. സോ അത് US നിന്ന് വരുന്ന ന്യൂസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. സോ അത് ഈ ഒരു താരിഫൊക്കെ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. അതുപോലെ തന്നെ നാളെ നമുക്ക് ഒരു ട്രേഡിംഗ് ഡേ ആണോ എന്ന് ചോദിച്ചാൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നാളത്തെ ദിവസവും ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കൽ വൈകുന്നേരം ഒരു 5 മണി ഇന്ത്യൻ ടൈമിംഗ് ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ട്രേഡ് എടുത്ത് അവസാനിപ്പിക്കുമെങ്കിൽ അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണ് എന്താണെങ്കിലും നിങ്ങൾ ട്രേഡ് എടുത്ത് അവസാനിപ്പിക്കുമെങ്കിൽ അതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇല്ലാത്ത പക്ഷം ട്രേഡിനകത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ബുധനാഴ്ച നമുക്ക് ന്യൂ ഹോം സെയിൽസ് ഉണ്ട്, ഫെഡ് ചെയറിൻ്റെ ടെസ്റ്റിമോണി ഉണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്. ഓക്കെ, ബുധനാഴ്ച നമുക്ക് ഓക്കെ ഡേ ആണ്. വേണമെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാവുന്നൊരു ദിവസം കൂടെയാണ്.
ഓക്കെ. വ്യാഴാഴ്ച നമുക്ക് EU ലീഡേഴ്സ് സമ്മിറ്റ് ഉണ്ട്. EU ലീഡേഴ്സ് സമ്മിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാറിൻ്റെ കാര്യങ്ങൾ, യൂറോപ്യൻ ലീഡേഴ്സ് എന്തായിരിക്കും അതിനകത്ത് അവരെടുക്കുന്ന തീരുമാനം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് പറഞ്ഞു പോവുക. ഫുൾ ഡേ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലീഡർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം മാർക്കറ്റിൽ. അതിൻ്റെ കൂടെ തന്നെ യൂറോപ്പും കാനഡയായിട്ടുള്ളൊരു ബന്ധം, 30 വർഷത്തേക്കുള്ള ക്രൂഡ് ഓയിൽ കൊടുക്കാം, കാനഡയിൽ നിന്ന് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ധാരണയിൽ വന്നിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞു പോകുന്നത്. വ്യാഴാഴ്ച നമുക്ക് മാറി നിൽക്കേണ്ടി വരും മിക്കവാറും. കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുടെ സ്പീച്ചുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉച്ചയ്ക്ക് 1:30 മണിക്ക് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ദിവസമാണ്. അപ്പം നമ്മൾ ഫസ്റ്റിലേ തന്നെ പറയാറുള്ള എന്താണ്, നമുക്ക് 4 ദിവസമാണ് മാറി നിൽക്കേണ്ടത്. എന്ത്? നോൺ ഫാം പേറോൾ ഡേ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, റീറ്റെയിൽ സെയിൽസ്, അതേപോലെ തന്നെ എന്താ പറയുക GDP അനൗൺസ്മെൻറ്റ്, GDP ഡേ. ഇപ്പോൾ ഈ 4 ദിവസങ്ങളിലാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാനായിട്ടല്ല ട്രേഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ആ ദിവസം സമാധാനത്തിലിരിക്കാം. ഓക്കെ. ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട് 1:30ക്ക്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. US മാർക്കറ്റ് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഫ്രൈഡേ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും. ഓക്കെ. ആകപ്പാടെയുള്ള JPY എന്നുള്ള വെളുപ്പിനെ, ഇന്ത്യൻ ടൈമിംഗ് വെളുപ്പിനെയാണ് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. ഇപ്പോൾ JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഒന്ന് നോക്കിയിരിക്കുക. അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. യൂറോയിൽ കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതൊന്നും വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കുന്ന ന്യൂസ് അല്ല. ഓക്കെ. വെള്ളിയാഴ്ച തന്നെ കോർ PCE പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. അതൊന്നും ഭയങ്കരമായൊരു മാറ്റമൊന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. ഉറപ്പായിട്ടൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കും. പക്ഷേ നമുക്ക് ഈ ആഴ്ച 2 ദിവസമേ ഉള്ളൂ ട്രേഡ് ചെയ്യാനായിട്ട്, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. നമ്മൾ ആ ഒരു ദിവസം മാത്രം ട്രേഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച നമുക്ക് മാറി നിൽക്കണം, കാരണം വാറിൻ്റെ അപ്ഡേറ്റ് എന്തായി തീരും എന്നറിയില്ല. കാരണം വാറ് ഭയങ്കരമായ ഒരു ലെവലിലോട്ട് പോയപ്പം ഒരുപാട് ആൾക്കാർ വിചാരിച്ചത് ഗോൾഡ് മുകളിലോട്ട് പോകും എന്നാണ്. ഗോൾഡ് 3450 ടച്ച് ചെയ്തിട്ട് 3450 എന്ന് പറയുന്ന ലെവൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്നതാണ് കണ്ടത്. സപ്പോസ് നമ്മൾ തിങ്കളാഴ്ച നമ്മൾ ട്രേഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ, പല ആൾക്കാരും അവിടെ സ്റ്റക്കായിപ്പോയി പല ട്രേഡിനകത്തും. ഓക്കെ. സോ ട്രേഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് 3380 അവിടുന്ന് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 3360 അവിടുന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 3340 അവിടുന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ. സോ ഇതെല്ലാം നമുക്ക് ബാക്കിയുള്ള 3 ദിവസങ്ങളിൽ, ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാനായിട്ടും സാധിക്കുമായിരുന്നു. തിങ്കളാഴ്ച നമ്മൾ ട്രേഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. നമുക്ക് മാർക്കറ്റിൽ ഒരാഴ്ച ഒരു 110-120 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് മതിയാവും ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനായിട്ട്. ഈവൻ 0.1 ലോട്ട് എടുക്കുന്ന ഒരാൾക്കും ഒരു മാസം നമുക്കൊരു $500 പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ ചാർട്ടിലോട്ട് വരുമ്പോൾ JPYയിലോട്ട് വരുമ്പം 147.601 എന്ന് പറയുന്ന റേഞ്ചിലാണ് JPY ഇപ്പോൾ നിൽക്കുന്നത്. JPYയുടെ ഇന്നത്തെ റേഞ്ച് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 148 to 142 ഈ ആഴ്ചത്തെ റേഞ്ച്. 148 റെസിസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ 148 റെസിസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും താഴോട്ട് മാർക്കറ്റ് വരും. സോ അത് ഇന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. JPYയിൽ അവിടുന്ന് ഒരു സെല്ല് ഞാൻ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് വെയിറ്റ് ഫോർ ദ മാർക്കറ്റ്. നാളെ നമുക്ക് എന്തായി തീരും, ഇന്ന് US മാർക്കറ്റിൽ എന്ത് സംഭവിക്കും, ഓക്കെ, അതിനൊക്കെ ശേഷം നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. സോ അതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മളുടെ എന്താ പറയുക, JPYയിൽ ഓപ്പർച്യൂണിറ്റി, ഇന്നത്തെ ദിവസമില്ല, നമുക്ക് നാളത്തേക്ക് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. നാളെ എന്തായി തീരും, മാർക്കറ്റ് എവിടെ എത്തുന്നു, അതിനനുസരിച്ചിട്ട് തീരുമാനം എടുക്കുന്നതായിരിക്കും JPYയിൽ നല്ലത്. ഞാൻ ഇന്ന് പറയുന്നതൊന്നും ഇന്ന് ഓപ്പർച്യൂണിറ്റി അല്ല കേട്ടോ. പക്ഷേ GBPയിലൊക്കെ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ്. GBP ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.34148 ഓക്കെ. സോ ബേസിക്കലി GBP അപ് ട്രെൻഡാണ്, ഒരു ലോങ്ങർ ടേം അപ് ട്രെൻഡാണ് GBPയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം അടുത്തൊരു
അടുത്തൊരു 3 വർഷത്തോളം GBP അപ് ട്രെൻഡ് തന്നെയാണ്. എല്ലാ താഴെ ലോവർ പോയിന്റ്സ് നമുക്ക് ബൈ പോയിന്റ് ആയിട്ട് എടുത്ത് വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് GBPയിലുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന പ്രൈസിൽ നിന്ന് 1.3400 1.3410 റേഞ്ചിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ലാത്തൊരു കാര്യമാണ് എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഇതാണ് എനിക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാത്രമാണ്. ഓക്കെ, GBPയിലുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ വേറെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്താ പറയുക, GBPയിൽ ഇതാണ്. GBP നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. 1.3360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം GBP. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോയിൽ നമുക്ക് ഇന്നൊരു വലിയൊരു ഒരു ഗ്യാപ്പ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 1.1450 ആ ഒരു റേഞ്ചിലാണ് GBP യൂറോ സ്റ്റാർട്ട് ചെയ്തത് പോലും. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും യൂറോ പോയതും ആ ഒരു ലെവലിൽ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് പോയിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ പോവാതിരുന്നാൽ 1.1450 താഴെയായിട്ട് മാർക്കറ്റ് പോവാതിരുന്നാൽ അതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടിട്ട് തന്നെ 1.1500 മുകളിലായിട്ട് നമുക്ക് മാർക്കറ്റ് ടൈമിങ്ങിലാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് മാർക്കറ്റ് ടൈമിങ്ങിലാണ്. ഓക്കെ, സോ GBP ഞാൻ പറഞ്ഞതും ഇവിടുന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞത് ഇപ്പോൾ 10 മണിക്കുള്ള ക്യാൻഡിലാണ്. ഇന്ത്യൻ ടൈമിങ് 2:30 ക്യാൻഡിലാണത്. ഓക്കെ, ഏഷ്യ ക്ലോസിംഗ് ആണ്. ഏഷ്യ ക്ലോസിങ്ങിന് സപ്പോർട്ടിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് 1.3400 മുകളിലായിട്ട് നമുക്കൊരു ബൈ ചെയ്യാം. ഓക്കെ, യൂറോയും നമുക്ക് സെയിം ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് അല്ലെങ്കിൽ ക്ലോസിങ്ങിന് 1.1500 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1450 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, സോ ഇതാണ് നമുക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ ഗോൾഡിൽ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഗോൾഡ് നമുക്കറിയാം ഭയങ്കര വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മാർക്കറ്റ് 3396 വരെ പോയിട്ട് താഴോട്ട് പോയി 3347 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് എന്താണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3340 അടുത്ത് കിട്ടിയാൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, അല്ലാതെ വേറെ ഒരു സാഹസവും നമുക്കിന്ന് ചെയ്യണ്ട. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ലോ 3340 സോ അവിടെ നിന്ന് നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എനിക്കിന്ന് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. കാരണം ഇല്ലാത്ത പക്ഷം മാർക്കറ്റ് US മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടും കേട്ടോ. 3340 അല്ലെങ്കിൽ 3330. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്തായാലും വേണം. 3320 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും സേഫായിട്ടിരിക്കണം എന്നുള്ള ആൾക്കാർക്ക്. ഇല്ലാത്ത ആൾക്കാർക്ക് 3340 അടുത്ത് എടുക്കുന്ന ആൾക്കാർക്ക് 3330 താഴെയായിട്ട് വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യം. ബാക്കി നമുക്ക് ഇല്ലാത്ത പക്ഷം മുകളിലോട്ടാണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് നാളെ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഒന്ന് ഓടി തീർന്നിട്ട് അതിൻ്റെ എങ്ങോട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ നമുക്ക് ഇന്ന് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ 2:30 ഇന്ത്യൻ ടൈമിംഗ് ഏഷ്യ ക്ലോസ് ആയ സമയത്ത് 3360 മുകളിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ യൂറോപ്പ് ഓപ്പൺ ആയ സമയത്ത് 3356 മാർക്കറ്റ്. അതുകൊണ്ടിട്ട് നമുക്കൊരു ഉറപ്പൊന്നുമില്ല എവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും എന്നുള്ള കാര്യം. ഓക്കെ, ഈ 2 മാർക്കറ്റ് ടൈമിങ്ങിൽ നമുക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ US ഓപ്പൺ ആകുമ്പം എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം നമുക്ക് അറിയാത്ത പക്ഷം നമുക്ക് തൽക്കാലം മാർക്കറ്റിൽ നിന്ന് മാറി നിന്നിട്ട് നാളെ ഒരു തീരുമാനം എടുക്കാം. നാളെ നമുക്ക് ടെക്നിക്കൽ ഡേ ആണല്ലോ, നമുക്ക് അങ്ങനെ എടുക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. സോ അതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളൊരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇസ്രായേൽ തിരിച്ചടിക്കണം. ഇസ്രായേൽ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ,
അതാണ് ഒരു 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 പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് ഇറാൻ സമ്മതിച്ചു, അതായത് വാർ വേണ്ട, പീസിലോട്ട് പോകാം എന്നെങ്ങാനും ഒരു സമ്മതമുണ്ടായാൽ മാർക്കറ്റ് താഴോട്ടും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പ് ഹെഡ്ജെങ്കിലും ചെയ്ത് വെക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, അതായത് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഞാൻ പറയുന്നത്. കാരണം ഈ വാർ അവസാനിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്കറ്റ് ഒറ്റയടിക്കായിരിക്കും താഴോട്ട് പോകുന്നത്. അത് മനസ്സിലിരിക്കണം. എന്നിട്ട് മാത്രമേ മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നാളെ നമ്മുടെ പൈസ വാഷ് ഔട്ടായി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊക്കെ വാഷ് ഔട്ടായി പോയിട്ടുണ്ട് പൈസ ഒരു നവംബർ സമയത്ത്. നമ്മുടെ റഷ്യ ഉക്രൈനല്ലോ, നമ്മുടെ പാലസ്തീൻ ഇസ്രായേൽ വാർ സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം അക്കൗണ്ടൊക്കെ വാഷ് ഔട്ടായിരുന്നു. സോ അത് റിസ്ക് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണത്. ഓക്കെ, വെറും 2 വർഷം മുന്നേ ആയിട്ട് നടന്ന സംഭവമാണ്. സോ അതൊക്കെ സംഭവിക്കാം. അതൊക്കെ ഒരു ട്രേഡറിൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ എന്നാൽ മാത്രമേ നമ്മൾ ആ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യത്തുള്ളൂ. പക്ഷേ അതിനുശേഷം ഇതേവരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, റിസ്ക് മാനേജ് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് റിസ്ക് മാനേജ് ചെയ്യുക. ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ്. ഹൈലി വോളറ്റൈൽ മാർക്കറ്റാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. വേൾഡ് ലീഡേഴ്സ് എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ഇതിനെ കണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ. അതിന് മുന്നേ ആയിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കുക. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണമെന്നോ ആഗ്രഹമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.